വെൽക്കം ടു ഈസി മെഡിക്കോസ്. ഞാൻ സനം. ഞാൻ ജിൻ യൂണിവേഴ്സിറ്റിയിലെ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് ബ്ലഡ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ ബ്ലഡ് ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ ഡിവൈഡഡ് ഇൻ ടു 20 ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റംസ് സോ ഫാർ. അപ്പോൾ അതിൽ ഇൻക്ലൂഡ് ആണ് ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം, RH സിസ്റ്റം, KEL, Duffy, MN എന്നൊക്കെ പറയുന്നത്. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺസ് വിച്ച് വി ഹാവ് യൂസ് ടു ലേണിംഗ് സ്കൂൾ മുതലേ നമ്മൾ അറിയുന്നതാണ് ഈ ABO സിസ്റ്റം, RH സിസ്റ്റം ഒക്കെ. അപ്പോൾ ഇതിൽ ഈ MN എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ് ഫോർ സോൾവിങ് ദ പാറ്റേണൽ ഡിസ്പ്യൂട്ട്സ് ആൻഡ് ഓൾ ദാറ്റ്. സോ നമുക്ക് ആദ്യം തന്നെ നോക്കാനുള്ളതാണ് ABO സിസ്റ്റം. അപ്പോൾ നമുക്ക് ABO ബ്ലഡ് ഗ്രൂപ്പ് നോക്കാം. It was discovered in 1900 by an Austrian scientist called Karl Landsteiner. Antigens എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് ഇമ്പോർട്ടൻറ്റ് ആൻറ്റിജൻസ് ആണ്. A ആൻറ്റിജൻ, B ആൻറ്റിജൻസ്. ഈ ആൻറ്റിജൻസ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്, എന്നുവെച്ചാൽ ഒളിഗോസാക്കറൈഡ്സ് ആണ്. Now, antigens എന്താണ്? So what are antigens? A substance or a molecule that the body recognizes as foreign. നമ്മുടെ ബോഡിക്ക് ഫോറിൻ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ഓർ മോളിക്യൂൾ, അതിനാണ് ആൻറ്റിജൻ എന്ന് വിളിക്കുക. ഒരു എക്സാമ്പിളായിട്ട് ഇറ്റ് ക്യാൻ ബി വൈറസ് ഓർ ബാക്ടീരിയ. സോ വാട്ട് ആർ ആൻറ്റിബോഡീസ്? ദേ ആർ ദ സ്പെഷ്യലൈസ്ഡ് പ്രോട്ടീൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഇമ്മ്യൂൺ സിസ്റ്റം ഇൻ റെസ്പോൺസ് ടു ദി ആൻറ്റിജൻ ഓർ അഗെയിൻസ്റ്റ് ദി ആൻറ്റിജൻ. അപ്പോൾ ഈ ഒരു ആൻറ്റിജൻ നമ്മുടെ ബോഡിക്ക് എൻ്റർ ചെയ്യുമ്പം ദീസ് ആൻറ്റിബോഡീസ് ആർ പ്രൊഡ്യൂസ്ഡ് അഗെയിൻസ്റ്റ് ദിസ് ആൻറ്റിജൻ. അപ്പം ആൻറ്റിബോഡീസിന് ഇമ്മ്യൂണോ ഗ്ലോബുലിൻസ് എന്നും വിളിക്കാം. അതുകൊണ്ട് തന്നെ IgG, IgM ഒക്കെ ആൻറ്റിബോഡീസിന് എക്സാമ്പിളാണ്. ഈ IG എന്ന് പറയുന്നത് ഇമ്മ്യൂണോ ഗ്ലോബുലിൻ ആണ്. അപ്പോൾ ഇവിടെ 4 ബ്ലഡ് ടൈപ്സ് ആണ് ഉള്ളത്: A, B, AB ആൻഡ് O. RBCയുടെ മുകളിൽ ഏതൊക്കെ ആൻറ്റിജൻസ് ആണ് ഉള്ളത് അതാണ് ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് A ആൻറ്റിജൻ ഇസ് present on the surface of the RBC, then the type is A. If B antigen is present, it is B. What if both the antigens are present? It is AB. What if A and B is not present? Then it is O. എന്ന് വെച്ച് ഓയുടെ കേസിൽ ഒരു ആൻറ്റിജനും ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല. Because there is an antigen called H antigen which acts as the precursor to A and B antigen. അപ്പം ഈ H antigen upon the action of 2 different enzymes, they are modified into A and B antigen respectively. So GalNAc transferase എന്ന എൻസൈമാണ് H ആൻറ്റിജൻ മുകളിൽ ആക്ട് ചെയ്യുന്നതെങ്കിൽ അത് A ആൻറ്റിജനും, ഗാലക്ടോസ് ട്രാൻസ്ഫറേസ് എന്ന എൻസൈമാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അത് B ആൻറ്റിജനും ആകുന്നു. സോ ഈ എല്ലാ ടൈപ്പിലും H ആൻറ്റിജൻ ഉണ്ടെന്ന് അർത്ഥം. അതുകൊണ്ട് തന്നെ ഓയുടെ കേസിൽ ഒരു ആൻറ്റിജനും ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല, അവിടെ H ആൻറ്റിജൻ ഉണ്ട്. നൗ ഈ 4 ബ്ലഡ് ടൈപ്പിനും 6 കോമ്പിനേഷൻ ആണുള്ളത്, അല്ലെങ്കിൽ 6 ജീനോടൈപ്പ്. എയുടെ കേസിൽ ഇറ്റ് ക്യാൻ ബി OA or AA, and for B it is OB or BB. For AB it is AB itself, and for O it is OO. സോ നമ്മൾ ഇത്രയും നമ്മൾ നോക്കി. OA or AAക്ക് A ആണ്, അവിടെ ആൻറ്റിജൻസ് A ആണ്. അതേപോലെ തന്നെ OB or BBക്ക് B ബ്ലഡ് ഗ്രൂപ്പ് B ആൻറ്റിജൻസും, ABക്ക് AB ആൻറ്റിജൻസ് Aയും Bയും ഉണ്ടാകുന്നു. OO ആണെങ്കിൽ O ഒരു ആൻറ്റിജനും ഇല്ല. ഇവിടെ ആൻറ്റിബോഡീസ് എങ്ങനെയാണ് വരിക? A ആയതുകൊണ്ട് ഒരു A ആൻറ്റിജനുള്ള RBCയുടെ കേസിൽ അത് ഒരു സെൽഫ് ആൻറ്റിജനാണ് A. അതുകൊണ്ട് തന്നെ ആൻറ്റി A ഉണ്ടാവില്ല. കാരണം ഒരു സെൽഫ് ആൻറ്റിജൻ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരിക്കലും ആൻറ്റിബോഡീസ് ഉണ്ടാക്കില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാവുന്നത് ആൻറ്റി B ആൻറ്റിബോഡിയാണ്. നൗ ഹിയർ ആൻറ്റി A ആൻറ്റിബോഡിയാണ്. കാരണം B സെൽഫ് ആൻറ്റിജൻ, സോ ആൻറ്റി B ഉണ്ടാവില്ല. Aയും Bയും ഇവിടെ രണ്ടും സെൽഫ് ആൻറ്റിജൻസ് ആയതുകൊണ്ട് there are no antibodies. Here ഒരു ആൻറ്റിജൻ ഇല്ലാത്തതുകൊണ്ട് both antibodies are there, anti-A as well as anti-B.
സോ നമ്മൾ ആദ്യത്തെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ ആൻറ്റി ബി എന്ന് പറഞ്ഞ ആൻറ്റിബോഡീസ് ഉണ്ടാവണമെങ്കിൽ ആദ്യം ഈ ബി എൻ്റർ ചെയ്യണം അല്ലേ? അപ്പോൾ അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? കാരണം ഈ എയും ബിയും ആൻറ്റിബോഡീസ് ദേ ആർ വൈഡ്ലി പ്രസൻറ്റ് എവ്രിവെയർ. ഇറ്റ് ക്യാൻ എൻ്റർ അവർ ബോഡി ത്രൂ എനി മീൻസ്. ഓക്കെ, അത് ഫുഡാകാം, അല്ലെങ്കിൽ വൈറസ്, അല്ലെങ്കിൽ ബാക്ടീരിയ, ഏത് വഴിയിലൂടെയും ഈ രണ്ട് ആൻറ്റിജൻസ് എൻ്റർ ആകാം. അതുകൊണ്ട് തന്നെ എ സെൽഫ് ആൻറ്റിജൻ ആവുന്ന കേസിൽ അത് ആൻറ്റി ബി ഉണ്ടാക്കുന്നു, ബി സെൽഫ് ആൻറ്റിജൻ ഉണ്ടാകുന്ന കേസിൽ അത് ആൻറ്റി എ ഉണ്ടാക്കുന്നു, പിന്നെ അങ്ങനെ. അറ്റ് ബർത്ത് 0 ആൻറ്റിബോഡീസ് ആർ പ്രസൻറ്റ്. അപ്പോൾ ആൻറ്റിജൻ്റെ ഒരു എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ മാത്രമേ ആൻറ്റിബോഡീസ് ഉണ്ടാവാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. സോ വെൻ subjected to antigens, like for example it can be through finger in the mouth or breastfeeding or food, ഇതിലൂടെയൊക്കെ എൻ്റർ ആവാം. കാരണം എ ആൻഡ് ബി എന്ന് പറയുന്നത് ഇറ്റ്സ് ഫൗണ്ട് എവ്രിവെയർ. ഈ ആർ ബി സിയുടെ മുകളിൽ മാത്രമല്ല, അത് നമ്മുടെ എന്താ പറയുക ഭക്ഷണത്തിലൂടെ ഒരു വൈറസായിട്ട് അല്ലെങ്കിൽ ബാക്ടീരിയ ആയിട്ടൊക്കെ നമുക്ക് അത് എൻ്റർ ആവാം. സോ ആഫ്റ്റർ 2 to 8 months ദിസ് ആൻറ്റിബോഡീസ് വിൽ സ്റ്റാർട്ട് പ്രൊഡ്യൂസിങ് until 8 to 10 years. ഒരു 10 വയസ്സ് വരെ ഇൻക്രീസ് ആകും. ആൻഡ് ദെൻ ഇറ്റ് വിൽ ഗ്രാജുവലി ഡിക്രീസ് until the rest of the age. ആൻറ്റിബോഡീസിൽ ഏറ്റവും കൂടുതലായി നമ്മൾ കാണുന്നത് IgM ആണ്. IgG റെയർലി മാത്രമേ കാണുള്ളൂ കേട്ടോ. അപ്പം ഇവിടെ നമ്മൾ ആൻറ്റിജൻ ആൻറ്റിബോഡി എന്നതിനേക്കാൾ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന 2 ടേംസ് ആണ് എഗ്ലൂട്ടിനോജൻ ആൻഡ് എഗ്ലൂട്ടിനിൻ. ഓക്കെ, അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ 2 എഗ്ലൂട്ടിനോജനും എഗ്ലൂട്ടിനും ഹെൽപ്പ് ചെയ്യുന്നത് ഒരു കോമൺ പ്രോസസ്സ് ഇറ്റ്സ് കോൾഡ് എഗ്ലൂട്ടിനേഷൻ. ഇതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം. അപ്പം ഈ ഒരു എഗ്ലൂട്ടിനേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ എഗ്ലൂട്ടിനോജൻ ആൻഡ് എഗ്ലൂട്ടിനിൻ എന്ന് പറയുന്നത്. സോ എഗ്ലൂട്ടിനോജൻ വിൽ trigger the production of the agglutinin എന്ന് നമുക്ക് പറയാം. So what is agglutination? When there is a mismatch of the bloods, antigen antibody interaction happens. അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ആൻറ്റിജനും ആൻറ്റി എ ആൻറ്റിബോഡി അല്ലെങ്കിൽ എഗ്ലൂട്ടിനും തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവുകയാണ്. സോ ആസ് എ റിസൾട്ട് ഓഫ് ദി ആൻറ്റിബോഡീസ് അറ്റാച്ചിങ് themselves to these RBC, it leads to the clumping of the RBCs. അപ്പം ഇതിനാണ് നമ്മൾ എന്താ ഈ എഗ്ലൂട്ടിനേഷൻ എന്ന് പറയാം. ആഫ്റ്റർ ദിസ് എഗ്ലൂട്ടിനേഷൻ വാട്ട് ഹാപ്പൻസ്? ഹീമോലിസിസ് ഉണ്ടാകും. ഹീമോലിസിസ് എന്ന് പറയുന്നത് it is the physical distortion of the cells or attack by the phagocytic RBC that will destroy the membrane of the agglutinated cell, which eventually release hemoglobin into the plasma. അപ്പം ഒരു RBCൻ്റെ ഉള്ളിൽ നിന്ന് ഹീമോഗ്ലോബിൻ ഇസ് ബീൻ റിലീസ്ഡ് ഡ്യൂറിങ് ദി ഹീമോലിസിസ്. ഈ ഹീമോലിസിസ് എന്ന് പറയുന്നത് സാധാരണ ഈ എഗ്ലൂട്ടിനേഷന് ശേഷം ഒരു ഇത്തിരി വൈകിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് നമുക്ക് ഡിലേഡ് ഹീമോലിസിസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം ഈ ഒരു അക്യൂട്ട് ഹീമോലിസിസ് എപ്പോഴാണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ ഇറ്റ് ഹാപ്പൻസ് മെയിൻലി വെൻ ദ ട്രാൻസ്ഫ്യൂഷൻ ഓഫ് ലാർജ് വോള്യൂം ഓഫ് ഇൻകമ്പാറ്റബിൾ RBC. അത് സംഭവിക്കുമ്പോഴാണ് ഈ ഒരു അക്യൂട്ട് ഹീമോലിസിസ് ഉണ്ടാവുക. ഓക്കെ, അപ്പം എന്താ സംഭവിക്കുക? ആൻറ്റിബോഡി വിൽ അറ്റാക്ക് ദ ഡോണർ RBC, എന്നിട്ട് ഈ RBC അങ്ങ് കംപ്ലീറ്റ്ലി ഇല്ലാതാക്കും. അപ്പം അടുത്തത് ബ്ലഡ് ടൈപ്പിംഗ് ആണ്. അപ്പം ഒരാളുടെ ബ്ലഡ് ടൈപ്പ് എന്താണെന്ന് നമ്മൾ അറിയുന്ന ഒരു സ്മോൾ പ്രോസസ്സാണത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? RBCs are first separated from the plasma and then they are diluted with the saline. അപ്പോൾ ഒരു small portion of blood is mixed with anti-A agglutinin and another portion is mixed with anti-B agglutinin. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇവിടെ എഗ്ലൂട്ടിനേഷൻ ഉണ്ടാവുമോ ഇല്ലേ എന്നാണ്. അപ്പം A ആണെങ്കിൽ എന്താ സംഭവിക്കുക? ആൻറ്റി എയിലാണ് എഗ്ലൂട്ടിനേഷൻ സംഭവിക്കുക. കാരണം ഇവിടെയുള്ള ആൻറ്റിബോഡി ആൻറ്റി ബി ആണല്ലോ. അപ്പം എന്താ ഇവിടെ ഉണ്ടാവില്ല. ബി ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ എഗ്ലൂട്ടിനേഷൻ സംഭവിക്കുക ആൻറ്റി ബിയോട് മിക്സ് ചെയ്യുമ്പോഴാണ്. ഇവിടെ ഉണ്ടാവില്ല. എ ബി ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ 2 കേസിലും എഗ്ലൂട്ടിനേഷൻ സംഭവിക്കും. ഓക്കെ, കാരണം ഇവിടെ എ ബി ആയതുകൊണ്ട് ഇവിടെ ആൻറ്റി എയും ഇല്ല, ആൻറ്റി ബിയും ഇല്ല.
O ആണെങ്കിൽ ഇവിടെ ആൻറ്റി എയും ആൻറ്റി ബിയും ഉള്ളതുകൊണ്ട് രണ്ട് കേസും എഗ്ലൂട്ടിനേഷൻ ഉണ്ടാവില്ല. സോ അങ്ങനെ നമുക്ക് ഏത് ബ്ലഡ് ടൈപ്പ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അടുത്തായിട്ട് നമുക്ക് നോക്കുന്നതാണ് RH ബ്ലഡ് സിസ്റ്റം. ഇത് ആദ്യമായിട്ട് അവർ ഡിസ്കവർ ചെയ്തത് ഈ റീസസ് മങ്കീസിനായതുകൊണ്ട് തന്നെ ഈ RH എന്ന് പറയുന്നത് ഇതിൽ അത് വരുന്നത്. നൗ ABOത്തെ ആൻറ്റിജൻസ് ഒക്കെ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് ഞാൻ പറഞ്ഞു, ഒലിഗോസാക്കറൈഡ്സ്. ബട്ട് ഹിയർ ദി RH ആൻറ്റിജൻസ് ആർ പ്രോട്ടീൻസ്. And also the antibodies are produced only on exposure to RH antigens. ABO പോലെ spontaneous ആയിട്ട് ആൻറ്റിബോഡീസ് ഉണ്ടാവില്ല. ആൻഡ് ഓൾസോ ABO എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫൗണ്ട് എവരിവെയർ. A and B ആൻറ്റിജൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഫൗണ്ട് എവരിവെയർ ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് എങ്ങനെയുള്ളത് നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്യാം. പക്ഷേ RH ആൻറ്റിജൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി ഫൗണ്ട് ഓൺ ദി RBCs. അപ്പം ഓൺലി ഓൺ എക്സ്പോഷർ ദി ആൻറ്റിബോഡീസ് ആർ പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഈ 6 തരം ആൻറ്റിജൻസ് ഉണ്ട്. പക്ഷെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് C, ക്യാപിറ്റൽ D, ഈ 5 എണ്ണമാണ്. ഈ സ്മോൾ ഡിക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ ഈ 6 എണ്ണത്തിൽ വെച്ച് ക്യാപിറ്റൽ D, അപ്പം ഈ D ആൻറ്റിജനാണ് മോസ്റ്റ് പ്രിവലൻറ്റും മോസ്റ്റ് ഇമ്മ്യൂണോജനിക്കും. അതുകൊണ്ട് തന്നെ D ആൻറ്റിജൻ RBCയുടെ മുകളിൽ ഉണ്ടെങ്കിൽ RH പോസിറ്റീവ് എന്ന് വിളിക്കാം. ഇൻ കേസ് ഇഫ് ഇറ്റ്സ് ആബ്സെൻറ്റ്, ഈ D ആൻറ്റിജൻ ആബ്സെൻ്റ് ആണെങ്കിൽ RH നെഗറ്റീവ് എന്ന് വിളിക്കാം. ഇവിടെ RH സെൽഫ് ആൻറ്റിജൻ ആണല്ലോ ഈ D ആൻറ്റിജൻ. അതുകൊണ്ട് തന്നെ ആൻറ്റി D ആൻറ്റിബോഡീസ് ഇവിടെ ഉണ്ടാകുന്നില്ല. പക്ഷെ ഇവിടെ ഈ കേസിൽ ഇവിടെ ഈ D ആൻറ്റിജൻ ഇല്ലാത്തത് കൊണ്ട് ഓൺ എക്സ്പോഷർ ആൻറ്റി D ആൻറ്റിബോഡീസ് ഉണ്ടാകാം. വെൻ RH ആൻറ്റിജൻ ഇസ് എക്സ്പോസ്ഡ്, ഈ ഒരു RH പോസിറ്റീവും RH നെഗറ്റീവ് ആയിട്ടുള്ള ബ്ലഡ് ഒരു എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ ആൻറ്റിബോഡീസ് ഉണ്ടാകാം. Now 85% of the white people are RH positive while 15% of them are RH negative. American black എടുത്ത് നോക്കുമ്പോൾ 95% are RH positive while among the African blacks virtually 100% are RH positive. ഒരു RBCയുടെ മുകളിൽ A ആൻറ്റിജനും D ആൻറ്റിജനും ഉണ്ടെങ്കിൽ A പോസിറ്റീവ് ഗ്രൂപ്പാണ് വരിക. അതേപോലെ B ആൻറ്റിജനും D ആൻറ്റിജനും ആണെങ്കിൽ അത് B പോസിറ്റീവ്. A ആൻറ്റിജനും ഉണ്ട്, B ആൻറ്റിജനും ഉണ്ട്, D ആൻറ്റിജനും ഉണ്ടെങ്കിൽ AB പോസിറ്റീവ്. നൗ A ആൻറ്റിജൻ ഇല്ല, B ആൻറ്റിജൻ ഇല്ല, ബട്ട് ഓൺലി D ആൻറ്റിജൻ എങ്കിൽ O പോസിറ്റീവ് ആണ് വരിക. A ആൻറ്റിജൻ ഉണ്ട് പക്ഷേ D ആൻറ്റിജൻ ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് A നെഗറ്റീവ്. B ആൻറ്റിജൻ ഇസ് present but there is no D antigen means it's B negative. A antigen, B antigen, but there is no D antigen, so it's AB negative. Here A illa, B illa, D antigen illa. One antigen illa, it is O negative. അപ്പം നമ്മൾ ഇനി യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റും യൂണിവേഴ്സൽ ഡോണറും നോക്കാം. AB പോസിറ്റീവ് ആണ് യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ്. ഇറ്റ് ക്യാൻ സേഫ്ലി റിസീവ് ഫ്രം എനി ബ്ലഡ് ടൈപ്പ്. അപ്പോൾ നമ്മൾ AB പോസിറ്റീവ് നോക്കുമ്പം 3 ആൻറ്റിജൻസ് ഉണ്ട് അല്ലേ, A, B ആൻഡ് D ആൻറ്റിജൻ. അതുകൊണ്ട് തന്നെ ഒരു ആൻറ്റിബോഡി ഇല്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ സേഫ്ലി റിസീവ് ഫ്രം എനി ബ്ലഡ് ടൈപ്പ്. വാട്ട് അബൌട്ട് O നെഗറ്റീവ്? അതാണ് നമ്മൾ യൂണിവേഴ്സൽ ഡോണർ. അതിൽ ഒരു ആൻറ്റിജൻസും ഇല്ല. ആസ് യു ക്യാൻ സീ A, B ആൻഡ് D ആൻറ്റിജൻ 3 ആൻറ്റിജനും ഇല്ല. അപ്പം ആൻറ്റിബോഡീസ് ഉണ്ടാകും. അതുകൊണ്ട് ഇറ്റ് ക്യാൻ സേഫ്ലി ഡൊണേറ്റ് ദ ബ്ലഡ് ടു എനി ബ്ലഡ് ടൈപ്പ്. അപ്പം നമുക്ക് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണെന്ന് നോക്കാം. I need to do a trial of doctors at a hospital in Bombay came across a patient whose blood did not match with A, B, AB or O.
അപ്പം പേഷ്യൻറ്റിൽ എ ആൻറ്റിജൻ ഇല്ല, ബി ആൻറ്റിജൻ ഇല്ല, ഒ ആയിട്ടും മാച്ച് ഇല്ലാത്തതുകൊണ്ട് എച്ച് ആൻറ്റിജനും ഇല്ല. സോ ഇറ്റ് ഈസ് എ റെയർ ഗ്രൂപ്പ് ഓഫ് ബ്ലഡ് എന്ന് മനസ്സിലായി. അങ്ങനെ ഒത്തിരി ആൾക്കാരായിട്ട് ഈ മാച്ചിങ് ആക്കി അവസാനം ഒന്നും കമ്പാറ്റബിൾ അല്ലാത്തത് കൊണ്ട് അവസാനം ഒരു ക്ലോസ് ഫാമിലി ആയിട്ടാണ് കമ്പാറ്റബിൾ ആയത്. സോ ഹി ക്യാൻ റിസീവ് ഓൺലി ഫ്രം ക്ലോസ് ഫാമിലി ഓർ someone with the same group blood. ബട്ട് ഇവിടെയുള്ള ആൻറ്റിബോഡി എന്ന് പറയുന്നത് ആൻറ്റി എ, ആൻറ്റി ബി, ആൻറ്റി എച്ച് ആണ്. ഓക്കെ, സോ ഹി ക്യാൻ donate the blood. So he is a universal donor. Even though he can only receive from someone with the same group of blood or someone from his family, he can donate the blood to anyone. Okay, അതുകൊണ്ട് തന്നെ it is a very rare group of blood. It is found only in 4 in 1 million people. ഇത് ഓ ആയിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാകാം. ബ്ലഡ് ടൈപ്പിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ആൻറ്റി എയും ആൻറ്റി ബിയും ആയിട്ട് മിക്സ് ചെയ്യുമ്പം ഈ രണ്ട് കേസസിലും അഗ്ലൂട്ടിനേഷൻ ഉണ്ടാവില്ല. ഓക്കെ, ഓടെ കേസ് അങ്ങനെയാണല്ലോ. പക്ഷെ നമ്മൾ ആൻറ്റി എച്ച് ഇവിടെ നോക്കിയിട്ടില്ലല്ലോ. അപ്പം എച്ച് ആൻറ്റിജൻ്റെ ഒരു സ്പെസിഫിക് ടെസ്റ്റ് ചെയ്യണം. എന്നാലും നമുക്ക് ഇത് ഹോംബേ ഗ്രൂപ്പാണോ അതോ ഒ ഗ്രൂപ്പാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. താങ്ക് യു.